സന്തോഷ് സർലിംഗ്, ശിക്ഷാവിധി ഇന്നില്ല എന്ന് ആണോ? ഏതാ 15-നാണോ ശിക്ഷാവിധി ഉണ്ടാവുക? എന്താണ് വിവരങ്ങൾ നൽകാനുള്ളത്? കോടതി തീരുമാനം അറിയിച്ചോ? ശിക്ഷാവിധി കോടതി ഇപ്പോൾ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. 15-ാം തീയതി ബുധനാഴ്ച, അതായത് മറ്റന്നാളാണ് ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയും പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും എന്താണ് ഇതിന് മറുപടിയും ചോദിച്ചു. അതിനുശേഷം ഇപ്പോൾ ശിക്ഷ, അതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത്. ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കോടതി അത് ബുധനാഴ്ച 15-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോടതി പ്രതിക്ക് വധശിക്ഷ തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ അല്പം ജില്ലാ സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് തേടിയിരുന്നു. അങ്ങനെ ജില്ലാ സൈക്കോളജിസ്റ്റ് കോടതിയിലെത്തി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് ഇന്ന് കോടതി വായിച്ചു. അതായത് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചെല്ലാം കേട്ടതിന് ശേഷം പ്രതി കോടതിയുടെ വരാന്തയിൽ ഇപ്പോൾ നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കൈ ഉയർത്തി കാണിക്കുന്നു, മാധ്യമങ്ങളെ അടക്കം കൈ ഉയർത്തി കാണിക്കുന്ന ചെന്താമരയാണ് ഇപ്പോൾ കണ്ടത്. യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന ചെന്താമര, വളരെ കരുതിക്കൂട്ടി യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ലാത്ത ചെന്താമര, ക്രൂരമായ മനസ്സിൻ്റെ ഉടമ അതുതന്നെയാണ്. മാനസിക പ്രശ്നങ്ങളില്ലാത്ത ചെന്താമര കരുതിക്കൂട്ടി നടത്തിയ 3 കൊലപാതകങ്ങൾ, താനും ഭാര്യയും തമ്മിലുള്ള ബന്ധം വേർപെടുന്നതിനിടയാക്കിയത് അയൽവാസിയും പരിചയക്കാരിയുമായ സജിതയാണെന്ന തെറ്റിദ്ധാരണയുടെ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സജിതയെ ആദ്യം വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതിന് പിടിയിലായ ചെന്താമര ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങി വീണ്ടും ആ കുടുംബത്തിലെ 2 പേരെ, ആ കുടുംബത്തെ ഒന്നാകെ തീർത്ത് കളയാനുള്ള, അവരെ വകവരുത്താനുള്ള ശ്രമം അതിൽ തന്നെ വിജയിക്കുകയും ചെയ്തു. 2 പേരെ, സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരൻ്റെ മാതാവ് ലക്ഷ്മിയെയും പട്ടാപ്പകൽ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ ചെന്താമര, ആ ചെന്താമര കുറ്റക്കാരനാണ് എന്നുള്ള വിധിയാണിപ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശിക്ഷാവിധി മറ്റന്നാൾ 15-ാം തീയതി ബുധനാഴ്ച പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്നത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ അടക്കം കണ്ടത് ഒരു കൂസലുമില്ലാതെ പശ്ചാത്താപമില്ലാത്ത ചെന്താമരയാണ്. മാധ്യമങ്ങളെ കൈ ഉയർത്തി കാണിക്കുന്ന ചെന്താമരയാണ് ഇപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ ചെന്താമര വളരെ സുസ്മേരവതനായി നിൽക്കുന്ന ചെന്താമരയാണ് കാണുന്നത്. ഒരു തരത്തിലും ഒരു മാനസിക പ്രശ്നവുമില്ല എന്ന് സൈക്കോളജിസ്റ്റ് അടക്കം റിപ്പോർട്ട് നൽകിയ ചെന്താമരയുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ചെന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരും. ഏതായാലും ശിക്ഷാവിധി മറ്റന്നാളെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ് പങ്കുവയ്ക്കാനുള്ളത്. നിലവിൽ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ എന്താകും ശിക്ഷ എന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. സജിതയുടെയും സുധാകരൻ്റെയും മക്കൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്. 2 കുഞ്ഞുങ്ങളെ അനാഥമാക്കിയ ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ ചെന്താമര നടത്തിയ ക്രൂരകൃത്യം, അത് സമൂഹ മനസാക്ഷിയെ വല്ലാതെ നടുക്കിയതാണ്. ഇങ്ങനെ ഒരു ക്രൂരകൃത്യം എങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം സമൂഹത്തെ വല്ലാതെ നടുക്കുകയും ചെയ്തു. ഇപ്പോഴേതായാലും ആ ചെന്താമരയ്ക്ക് ശിക്ഷ എന്താണ് എന്നുള്ളത് ബുധനാഴ്ച അറിയാം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്നുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്താമര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുൻപിൽ പോലീസുകാരുമായി നിന്ന് സംസാരിക്കുന്നതാണ്. യാതൊരു തരത്തിലുമുള്ള ഒരു കുറ്റബോധവും ഒരു പശ്ചാത്താപവും ഒരു മനസ്താപവും ഇല്ലാത്ത ഒരു കൊടും ക്രൂരനായ കുറ്റവാളി ചെന്താമര കോടതിയിൽ പറഞ്ഞത്, കോടതി ചോദിച്ചപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് ചെന്താമര ഒരു കൂസലുമില്ലാതെ കോടതി മുറിക്കുള്ളിൽ പറയുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ചെന്താമരയാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ചെന്താമര വളരെ ഒരു കൂസലുമില്ലാതെ അവിടെ അഭിഭാഷകരോട് പോലീസിനോട് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ താഴെ നിലയുറപ്പിച്ച മാധ്യമപ്രവർത്തകരെ കൈവീശി കാണിക്കുന്ന ചെന്താമരയും കണ്ടു. ഏതായാലും എന്താണ് ശിക്ഷാവിധി, ഈ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിക്കഴിഞ്ഞ ചെന്താമരയ്ക്കുള്ള ശിക്ഷ എന്ത് എന്ന് അറിയാൻ ഇനി മറ്റന്നാൾ വരെ കാത്തിരിക്കണം. മറ്റന്നാൾ 15-ാം തീയതിയാണ് ശിക്ഷാവിധി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അറിയിക്കുകയും ചെയ്തത്.